പേപ്പർ 2 ക്വസ്റ്റ്യൻ 40 നോക്കാം. ഫോർ എ റിയൽ നമ്പർ ആൽഫ ലെറ്റ് ബോക്സ് ആൽഫ ഡിനോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. ഫോർ ദ ഫൈനൈറ്റ് സെറ്റ് എസ് ലെറ്റ് ഇത് കാർഡിനാലിറ്റി ഓഫ് എസ് ഡിനോട്ട് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എസ് അങ്ങനെയൊക്കെ തന്നിരിക്കുകയാണ്. രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എ ഇസ് ദ നമ്പർ ഓഫ് ദ പോയിന്റ്സ് വെർ എഫ് ഇസ് ഡിസ്കണ്ടിന്യൂസ്, ബി ദ നമ്പർ ഓഫ് പോയിന്റ്സ് വെർ ജി ഇസ് ഡിസ്കണ്ടിന്യൂസ് അങ്ങനെയൊക്കെ തന്നിരിക്കണം. അത് ചെയ്യാം, അത് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ല. എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് രണ്ട് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റ് ആയിട്ടാണ്. അപ്പൊ നമ്മൾ രണ്ട് കാര്യത്തിൽ നമ്മുടെ കണ്ണ് ഉടക്കേണ്ടത് നോക്കിയേ. ഒന്ന് ഇവിടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് ക്യൂബ് കാണുന്നുണ്ട്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് ക്യൂബില് എക്സ് ക്യൂബ് ഇൻറ്റിജർ ആവുന്ന എല്ലാ സ്ഥലങ്ങളിലും അതെന്താവും, അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വരും. അപ്പോൾ ഉറപ്പായിട്ടും എന്താണ് എക്സ് ക്യൂബിന്റെ വാല്യൂസ് -27 മുതൽ 27 വരെയുള്ള വാല്യൂസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, 27 മുതൽ 27 വരെയുള്ള വാല്യൂസ്, അതായത് യു ആർ ലുക്കിംഗ് ഇൻറ്റിജർ വാല്യൂസ് കേട്ടോ. സോ യു ആർ ലുക്കിംഗ് ഓൾ n raised to 1/3 ഓക്കെ സച്ച് ദാറ്റ് n is an integer ഓക്കെ -27 ലെസ് ദാൻ n ലെസ് ദാൻ 27. ഇങ്ങനത്തെ നമ്പേഴ്സ് എല്ലാം എടുക്കുക. ഇങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് അതിന്റെ ക്യൂബ് റൂട്ടുകളിലൊക്കെ എന്തുണ്ട്, ഒരു ഡിസ്കണ്ടിന്യൂറ്റിന്റെ പ്രശ്നം അവിടെ വരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ടേം കാരണം ഏതെങ്കിലും ഡിസ്കണ്ടിന്യൂറ്റി ഇല്ലാണ്ടായി പോകേണ്ടതാണ്. സിമ്പിൾ ലോജിക് അല്ലേ. അപ്പൊ ഇവിടെ ഇത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ആണ്. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എല്ലാ ഇൻറ്റിജർ പോയിന്റും ഡിസ്കണ്ടിന്യൂസ് ആണ്. ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റുകൾ അത് എങ്ങനെ ബിഹേവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ലിമിറ്റ് 0ഉം 1ഉം ആയിട്ടാവും കളിക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ ഇവിടെ പൈ ഉള്ളത് കൊണ്ട് എന്താണ് പൈയിന്റെ പൈ ഇൻറ്റു 0യോ പൈ ഇൻറ്റു 1ആ വരാൻ പോണേ. അപ്പൊ ഈ ടേം എന്തായി പോയിണ്ടാവും, ഈ ടേം 0 ആയി പോയിണ്ടാവും. അപ്പൊ ലോഗ് 1 വരും. ലോഗ് 1 കാരണം 0 ആയിട്ടുണ്ടാവും. അപ്പൊ ആ പോയിന്റുകളിൽ ഡിസ്കണ്ടിന്യൂറ്റി എന്തായിട്ടുണ്ടാവും, പോയിണ്ടാവും. ഏതൊക്കെ പോയിന്റുകളിൽ വേർ ഇത് ഇൻറ്റിജർ ആവുന്ന പോയിന്റുകളിൽ. അപ്പൊ ഇൻറ്റിജർ ആവുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന ഇന്റർവെല്ലിൽ ഇൻറ്റിജർ ആവുന്ന പോയിന്റുകൾ ഏതൊക്കെയായിരിക്കും, -2, -1, 0, 1, 2. ഓക്കെ, സോ എ എന്ന് പറയുന്ന സെറ്റ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, -27 മുതൽ 27 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബ് റൂട്ടുകൾ. ഓക്കെ, അപ്പൊ എത്ര ഉണ്ടാവും, അത് 52 ഉണ്ടാവും. ഇവിടെ നിന്ന് 52 53 ഉണ്ടാവും, 0 ഉൾപ്പെടെ. അതിൽ നിന്ന് എത്ര എടുത്ത് കളഞ്ഞിരിക്കുകയാണ്, 2, 4, 5. അപ്പൊ നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞാൽ 48 ആണ് വരാൻ പോകുന്നത്. ഇതുപോലെ ബി എഴുതുന്ന സമയത്ത് ഒറ്റയടിക്ക് നമുക്ക് തോന്നുന്ന കാര്യം എന്താണ്, ഇതാ ഇവിടെ ഈ സാധനം ഉണ്ട്, എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ്. എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് എന്ന് പറഞ്ഞത് എന്താണ്, 0ഉം 1ഉം ആയിട്ടാവും കളിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിന്റെ വാല്യൂ 0യോ അല്ലെങ്കിൽ 1ഓ ആയിരിക്കും. അപ്പൊ ഇത് ഇവിടെ പ്രശ്നം വരും, കാരണം ഇതിന്റെ വാല്യൂ 0യോ ലോഗ് എടുക്കുമ്പോൾ ലോഗ് 1ഓ ലോഗ് 2ഓ ആയിരിക്കും. അപ്പൊ അവിടെ എന്ത് വരും, ഡിസ്കണ്ടിന്യൂറ്റി വരും. അപ്പൊ ബി എന്ന് പറഞ്ഞ പോയിന്റുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്തൊക്കെ ഉണ്ടാവും, -2 ഉണ്ടാവും, -1 ഉണ്ടാവും, 0 ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അടുത്തൊരു മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ടേം ഉണ്ടല്ലോ എക്സ് ക്യൂബ്, അത് കാരണം 0യിലെ ഡിസ്കണ്ടിന്യൂറ്റി എന്തുണ്ടാവും, പോയിട്ടുണ്ടാവും. കാരണം അത് 0നെ ഫോഴ്സ് ചെയ്യാൻ പോകണം അവിടെ. അപ്പൊ സെറ്റ് 0 ആണ്. അപ്പോ നമ്പർ ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും, നമ്പർ ഓഫ് ബി ഈസ് ഗോയിങ് ടു ബി 4. നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയോ, എ ഇന്റർസെക്ഷൻ ബിയിൽ ഒന്നുമില്ല, കോമൺ ആയിട്ടൊന്നുമില്ല. എ ഇന്റർസെക്ഷൻ ബി ഈസ് നൾ സെറ്റ്. അപ്പൊ ഇവിടുത്തെ ആൻസർ വരാൻ പോണത് 48 + 8 - 0 56 ആയിരിക്കും ഉത്തരം വരാം, 56. സിമ്പിൾ ചോദ്യമാണ് കേട്ടോ, വളരെ എളുപ്പത്തിൽ നോക്കിക്കൊണ്ട് പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ.